ഹലോ, ഇതെന്താ സാധനം അറിയില്ലേ? കുമ്പളങ്ങ. ഇതുകൊണ്ട് ഒരു ഹെൽത്ത് ബെനിഫിറ്റുള്ള ഡ്രിങ്ക്സ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഡയബറ്റിക്കിനും പിന്നെ ഹൈ ബ്ലഡ് പ്രഷറിനും ഗ്യാസ്ട്രിക് അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ വളരെ വ്യത്യാസം വരും. എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു, ഞാനും കഴിച്ച് ഇപ്പോൾ എനിക്ക് എത്രയോ മാറ്റമുണ്ട്. പിന്നെ ഇത് വേറൊന്ന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണിത്. വെയിറ്റ് ലോസിന് ഭയങ്കര നല്ലതാണിത്. വെയിറ്റ് ലോസിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് കുറയും. ഇത് 1 മാസം കഴിച്ച് നോക്കൂ, വെയിറ്റ് തന്നാലെ കുറയും. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു. ഹലോ, ഈ കുമ്പളങ്ങ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇത് കാണിച്ചു തരാം. കുമ്പളങ്ങ കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താൽ ഇത് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. ഇതിന് ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഞങ്ങൾക്ക് കിട്ടിയത് വലുതാണ്. ഇത് വലുത് കിട്ടിയാലും ചെറുത് കിട്ടിയാൽ നിങ്ങൾക്ക് പീസസ് ആക്കിയിട്ട് വേണ്ടുന്ന നേരം ജ്യൂസ് ഉണ്ടാക്കാം. ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിനടുത്ത് വെളിയിൽ വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കാം. ഇത് ഞാൻ ചെറിയ പീസസ് ആക്കി മുറിച്ചതിന് ശേഷം ഇത് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയിട്ട് മിക്സി ജാറിലേക്ക് ഇടുക. മിക്സി ജാറിൽ ഞാൻ ഇട്ട പോലെ ഈ മിക്സി ജാറിലിട്ട ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അധികമൊന്നും ഇട്ടിട്ടില്ല. വെള്ളം അധികം ഇടണ്ട, കാരണം ഈ കുമ്പളങ്ങൾക്ക് വെള്ളം ആൾറെഡി ഉണ്ട്, അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അധികം ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് മിക്സിയിൽ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇത് നല്ലോണം മിക്സിയിൽ അടിച്ചാൽ മതി, കാരണം ഇത് കഷ്ണം ഒന്നും ഉണ്ടാവരുത്, ഫുള്ള് വെള്ളമായിട്ട് കിട്ടും നിങ്ങൾക്ക്. ഇത് അരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ പറ്റും. ഇത് ഒരുപാട് ഹെൽത്ത്, ബ്ലഡ് ഷുഗർ കുറയും, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കുറയും. പിന്നെ ഇത് ഡൈജഷന് ഭയങ്കര നല്ല സാധനമാണ്. പിന്നെ അസിഡിറ്റിക്ക് ഇത് ഫൈബർ അടങ്ങിയതാണ്. ഇതിൽ ഞാൻ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നാരങ്ങ പിഴിഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ഇടാം, ഇല്ലേ വേണ്ട, പക്ഷെ നാരങ്ങ ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഇത് ഞാൻ എങ്ങനെയാണ് ഇതിൽ വീഡിയോയിൽ ഇത് ഞാൻ കുടിച്ച് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഡെയിലി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിൻ്റെ ബെസ്റ്റ് മെഡിസിൻ ആണിത്. ഞാനിതിൽ വീഡിയോയിൽ ഇത് കുടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ രാവിലെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1/2 hour കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുടിക്കണം. ഇത് രാവിലെ കുടിക്കാൻ പറ്റില്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം, ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വൈകുന്നേരം ഒരു 6 മണീൻ്റെ ഉള്ളിൽ ഒരു 4 മണിക്കോ 4:30ക്കോ അങ്ങനെ ഈ ജ്യൂസ് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇത് 2 നേരം കുടിക്കുന്നവരും ഉണ്ട്, ഞാൻ പക്ഷേ 1 നേരം കഴിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള കൂട്ടർക്കും ഇത് ബെസ്റ്റ് മെഡിസിൻ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുമ്പളാണെങ്കിൽ ബെസ്റ്റാണ്. നിങ്ങളും ചെയ്ത് നോക്കൂ. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.